الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാമയനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹം നമ്മുടെ ജീവിതമാകെ അല്ലാഹു നമുക്ക് ദാനമായി നൽകുന്നു എന്ന് വിശ്വാസി തിരിച്ചറിയുന്നു. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് പിന്നീട് മാറുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഈ തിരിച്ചറിവ് ഒരു വിശ്വാസിയുടെ സവിശേഷതയുടെ ഭാഗവും കൂടിയാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് പടച്ച റബ്ബ് നമുക്ക് ഐഹിക ജീവിതത്തിൽ ഒരു മാർഗരേഖ നിശ്ചയിച്ചു തന്നത്. അത് കൃത്യമായി അനുധാവനം ചെയ്യുന്നതോടുകൂടി അനന്തമായ, അനശ്വരമായ, ശാശ്വതമായ പരലോക ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ട് എന്നും അവൻ നമ്മളെ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. തീർച്ചയായും ആ നിയമസംഹിതകൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഇഹത്തിലും പരത്തിലും നമ്മൾ അഭിമാനിയായിട്ട് നിലകൊള്ളും എന്നുള്ളതാണ് സവിശേഷത. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവൻ്റെ ഇസ്സത്ത്, അഭിമാനം എന്ന് പറയുന്ന ഒന്നാണ്. അതെപ്പോഴെങ്കിലും ചോർന്നു പോയാൽ പിന്നെ നമ്മുടെ മേൽവിലാസത്തിന് പോലും അർത്ഥമില്ല എന്നുള്ളതല്ലേ വസ്തുത. ഇസ്സത്ത് വളരെ പ്രധാനമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വൽ മുഅ്മിനീൻ. അല്ലാഹു പ്രതാപവാനാണ്, അവന് ഇസ്സത്തുണ്ട്. അവൻ്റെ പ്രവാചകനും പ്രതാപവാനാണ്, സത്യവിശ്വാസികളും അങ്ങനെ തന്നെയാണ്. അതെപ്പോൾ നമ്മൾ അതിലംഘിക്കുന്നുവോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുറം ലോകം അറിയുമ്പോൾ നമ്മൾ നാണിച്ചും ലജ്ജിച്ചും തലതാഴ്ത്തേണ്ടി വരും എന്നുള്ളതല്ലേ സത്യം. അടുത്ത ദിവസങ്ങളായി പത്ര മീഡിയകളിൽ, കോളങ്ങളിൽ, വാർത്താ ചാനലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ മനുഷ്യൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് നടക്കുന്നത്.
വലിയ പാഠം അത് നമുക്ക് പകർന്നു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ അല്ലെങ്കിൽ ഒരു തലമുറ അല്ലെങ്കിൽ വരുന്ന തലമുറ അനുധാവനം ചെയ്യാൻ പറ്റിയവരാണ് ഈ മേഖലയിലുള്ളവർ എന്ന് കരുതി സിനിമക്കാരൻ്റെ അതേ മുടി, അവളുടെ അതേ വേഷം നമ്മുടെ മക്കൾ ധരിക്കാൻ തുടങ്ങുന്ന ഒരു കാലമാണ്. അവർക്ക് അനുധാവനം ചെയ്യാൻ മാത്രം അവർ രാജാക്കന്മാരായി മാറി എന്നൊക്കെ നമ്മൾ പറയുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വിമർശകന്മാർ പറയും സ്ത്രീയെ അവർ മൂടുപടത്തിലാക്കി, അവളുടെ സ്വാതന്ത്ര്യത്തെ തകർത്ത് കളഞ്ഞു, അവളുടെ മോഹങ്ങളെ നുള്ളിക്കെടുത്തി, അവളുടെ വേഷവിധാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പോലും അവർ 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. പുരോഗതിയുടെ പുതിയ വാതായനങ്ങൾ തുറന്ന വർത്തമാനകാലത്തിൻ്റെ നവ്യമായ ചാരുതകൾ നിറഞ്ഞ പുതിയ കാലത്തിൻ്റെ വസന്തോത്സവത്തിന് പറ്റാത്ത നിലയിൽ അവർ സ്ത്രീകളെ ഒതുക്കി മാറ്റി എന്നൊക്കെ വിമർശകന്മാർ ഭംഗിവാക്കുകൾ കൊണ്ട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ മാത്രമല്ല പുരുഷന്റെ പോലും വസ്ത്രധാരണം പഠിപ്പിച്ചു. അവൻ്റെ ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ നിയമമുണ്ടാക്കിയ നിയമങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. അതൊരു മനുഷ്യൻ്റെ ഇസ്സത്തായി പ്രഖ്യാപിച്ചു. ആണിന് ഔറത്ത് വേറെ രീതി, പെണ്ണിന് വേറെ ഔറത്ത് വേറെ രീതി, അതൊക്കെ കണിശമായും വ്യക്തമായും പഠിപ്പിച്ചു. അത് സത്യത്തിൽ സ്ത്രീയുടെ സുരക്ഷിതത്വമാണ് അതിൻ്റെ പിന്നിൽ കുടിക്കൊണ്ടത്. പുണ്യനബി വന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ, എല്ലാം തകർത്തെറിഞ്ഞ കാലം. പിറന്നത് പെണ്ണാണ് എന്നറിയുമ്പോഴേക്ക് വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. നിങ്ങളുടെ സഹോദരന് ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിയുമ്പോൾ, ആ കുട്ടി പെൺകുട്ടിയാണെന്നറിയുമ്പോൾ അവൻ്റെ മുഖമങ്ങ് കറുത്തിരുണ്ട് പോയി. ഖുർആൻ പറയുന്നത് അവന് സന്തോഷം അറിയിക്കപ്പെട്ടാൽ അവൻ്റെ മുഖമങ്ങ് കറുത്തുപോയി. എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, ജീവിക്കണമെങ്കിൽ, അഭിമാനിയായി ജീവിക്കണമെങ്കിൽ ആ കുട്ടിനെ കൊല്ലണം, മണ്ണിൽ കുഴിച്ചിടണം ജീവനോടെ, അതല്ലെങ്കിൽ പുറത്തു വരാതെ യതവാറാമിനൽ ഖൗം, ഒരു ജനതയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, പുറത്തിറങ്ങൂല. എന്താ കുറ്റം? ജന്മം കൊടുത്തതൊരു പെൺകുഞ്ഞായിപ്പോയി. ക്രൂരമായി കൊലപാതകം നടന്ന കാലം. അന്ന് ഖിയാമത്തിനെ പറ്റി ആയത്തുകൾ ഇറങ്ങിയപ്പോഴും പറഞ്ഞു, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഓമന മക്കളോടൊന്ന് ചോദിക്കും, പൊന്നുമോളെ എന്ത് കാര്യത്തിനാണ് നീ കൊല ചെയ്യപ്പെട്ടത്? കുഴിച്ച് മൂടപ്പെട്ട പെൺകുട്ടികളോടങ്ങനെ ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും നല്ല പ്രവർത്തനം ചെയ്താൽ വഹുവ മുഅ്മിൻ, ഒറ്റ നിബന്ധന, അവൾ വിശ്വാസിയാകണം. ഫൗലായിക യദ്ഖുലൂനൽ ജന്ന, അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും സുകൃതം ചെയ്താൽ വഹുവ മുഅ്മിൻ, വിശ്വാസമുള്ള നിലയിൽ, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ല ഒരു ജീവിതം അവർക്ക് നാം പകരം കൊടുക്കും. എത്രമേൽ പ്രയോഗങ്ങൾ അങ്ങനെ ഖുർആനിൽ വരുന്നു. ആണിൻ്റെ കൂടെ പെണ്ണിനെ ചേർത്ത് പറയുന്നു. ആ ജനതയോട് ആ റസൂലുള്ള പറഞ്ഞത്, മൻആല ജാരിയത്തൈൻ ഹത്താ തബ്ലുഗാ, ഒരാൾക്ക് 2 പെൺമക്കളുണ്ടായിട്ട് ആ പെൺമക്കളെ പ്രായപൂർത്തിയാകുവോളം അവർക്ക് സുരക്ഷയുടെ ഭിത്തി കൊടുത്തിട്ട് വളർത്തി, നല്ല വിവാഹം അവർക്ക് ചെയ്തു കൊടുത്തു.
ആ ഒറ്റ കാരണം ജാഅ യൗമൽ ഖിയാമ, നാളെ ആ മനുഷ്യൻ പരലോകത്ത് വരുന്നുണ്ട്. അന വഹുവ കഹാത്തൈനി, ഞാനും അയാളും ഇതുപോലെയാണെന്ന് രണ്ട് വിരല് പിടിച്ചിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഒരു പ്രാധാന്യം ചെറുതായിരുന്നില്ല. മതം എത്രമേൽ മനോഹരമായിട്ടാണ് ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചത്. അവിടെയാണ് നാട് മുഴുവൻ ഈ രൂപത്തിൽ വൃത്തികേടിൻ്റെ ചർച്ചകൾ നടക്കുന്ന ഒരു കാലം. ഒരേ ബാത്റൂം മലയാളത്തിൽക്കരയിലെ ഒരു പ്രമുഖ കോളേജിൽ ആണിനും പെണ്ണിനും ഒരേ ബാത്റൂം സ്ഥാപിച്ചത് 2 മാസം മുമ്പാണ്. അതൊരു പുരോഗതിയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പറഞ്ഞു. ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ട് എന്താ? ഞങ്ങൾക്ക് സൗകര്യമില്ല. പെണ്ണുങ്ങൾ പറയാ, നടിമാർ പറയാ, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബാത്റൂമില്ല, ഞങ്ങൾക്ക് ഒരു പരിഗണനയുമില്ല. അവിടെ പഠിക്കാൻ ഒരുപാടില്ലേ, ചിന്തിക്കാൻ ഒരുപാടില്ല. ഇതാണോ ഇരുന്നോ പുരോഗമനം? ഒരേ വേഷം ധരിക്കുന്നതോടുകൂടി പുരോഗമനമായി എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു. പാവം പെൺകുട്ടികൾ അവർ ആൺകുട്ടികളുടെ വേഷം ധരിക്കാൻ തുടങ്ങി. അതേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ പെൺകുട്ടികളുടെ വേഷം ആൺകുട്ടികൾ ധരിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇതൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞൊരു പുരുഷ മേൽക്കോയ്മ അറിഞ്ഞോ അറിയാതെയോ അടിച്ചേൽപ്പിച്ചു. പാവം നമ്മളെ പെൺമക്കൾ എത്ര പെട്ടെന്നാണ് അതിന് വഴിപ്പെട്ടു പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാൻറ്റും ടീഷർട്ടും ഇട്ടിട്ട് ഒരടയാളത്തിനെന്നോണം ചുമലിൽ ഒരു മുണ്ടിട്ടിട്ട് ഇറങ്ങുന്ന എത്ര പെൺമക്കൾ നമ്മളെ പുരയിടങ്ങളിൽ. ആർക്കാ ഉത്തരവാദിത്തമുള്ളത്? ഈ പെൺകുട്ടിയോട് ആരോ പറഞ്ഞു കൊടുത്തു, സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം വേറെയാണ് പെണ്ണെ, എല്ലാ നിയമങ്ങളും നീ കാറ്റിൽ പറത്ത്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന ചിന്താഗതി കുഞ്ഞു തലച്ചോറിൽ ആരോ നട്ടിട്ട് മുളപ്പിച്ചു കൊടുത്തു. അതിൻ്റെ അപകടമാണെന്ന് കുടുംബ സംവിധാനങ്ങൾ താറുമാറാകുന്നു. ഒരു വിവാഹം നടക്കുമ്പോഴേക്ക് 2 മാസം കഴിയുമ്പോഴേക്ക് പെൺകുട്ടി പറയാ, ഞാൻ അവിടെ നിൽക്കൂല, എനിക്കൊരാളെ കീഴിലും നിൽക്കാൻ പറ്റൂല. ഒരു സ്ഥാപനമാകുമ്പോൾ അതിനൊരു ഹെഡ് മാസ്റ്റർ, ഒരു സ്കൂളാകുമ്പോൾ വേണമെന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു ഡ്രൈവർ ഉണ്ടാകുമല്ലോ. ഒരു ബസ്സിന് എല്ലാവരും കൂടി ഡ്രൈവ് ചെയ്താൽ അതെന്താ അതിൻ്റെ അവസ്ഥ? അങ്ങനെ ചില വ്യവസ്ഥകൾ അല്ല പറഞ്ഞു. അതാണ് തിൽക്കർ റുസുലു, അതാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കൈകാര്യകർത്തൃത്വം അത് ആണുങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ശാരീരികമായിട്ട് അവർക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട്. അത് പ്രകൃതി നിയമമാണ്. സ്പോർട്സ് രണ്ടും വേറെ വേറെ നടത്തുന്നത്. ആരെങ്കിലും പുരോഗതിയുടെ പേരിൽ പറഞ്ഞോ ആൺകുട്ടികളെയും പെൺകുട്ടികളും ഒന്നിച്ച് സ്പോർട്സ് നടത്തണം? പറയൂല. കാരണം 2 പേരുടെയും വേഗതയുടെ, സെക്കൻഡുകളുടെ, മിനിറ്റുകളുടെ ഒക്കെ വ്യത്യാസം വേറെയാണ്. മത്സരിക്കുമ്പോൾ അങ്ങനെ ആണ് വേറെ മത്സരം, പെണ്ണ് വേറെ മത്സരം. ഇപ്പോഴും അങ്ങനെയല്ലേ ലോകത്ത് നടക്കുന്നത്. ഒരാളും അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം അവിടെ ഒന്നും തുല്യതല്ല. തുല്യത എന്നുള്ളൊരു വർത്താനല്ല വേണ്ടത്. നീതി എന്ന് പറയുന്നൊരു സംഗതിയാണ് പഠിപ്പിക്കേണ്ടത്. പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ. അതിൻ്റെ ഒരു അപകടം, വിതച്ചത് കൊയ്തുകൊണ്ടിരിക്കുക, വേറൊന്നുമല്ല. വിതച്ചത് അവർ സ്വയം കൊയ്തുകൊണ്ടിരിക്കുക. അവിടെയാണ് മതം എത്ര കൃത്യ. പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? അസ്സലാത്തു ലിവഖതിഹാ, സമയമാകുമ്പോൾ നമസ്കരിക്കണം. വന്നയാള് പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോ സുമ്മ ബിർറുൽ വാലിദൈനി, പിന്നെ മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം. മാതാവിന് സ്ഥാനം കൊടുത്തു. 3ഓളം സ്ഥാനം പിതാവിനേക്കാൾ കൂടുതൽ കൊടുത്ത മതം. എവിടെ പെണ്ണിനെ ഇസ്ലാം മോശാക്കി എന്ന് പറയുന്നത്? ആരാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കി കൊടുത്തത്? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള്, ഈ ഭൂമി മുളപ്പിച്ചതിലൊക്കെയും അല്ലാഹു ഇണകളെ കണ്ടെത്തി. അവൻ എത്ര പരിശുദ്ധനാണ്. വമിൻ അൻഫുസിഹിം, മനുഷ്യവർഗത്തിലും അവൻ ഇണകളെ കണ്ടെത്തി. ദാമ്പത്യം എന്ന് പറയുന്ന ഒരു ചരടിൽ ആണിനെയും പെണ്ണിനെയും അല്ലാഹു കോർത്തിണക്കി. അത്ര ഒരു ജീവിതത്തിന്റെ സുരക്ഷത്തിന് വേറല്ലല്ലോ. വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത പലതും അല്ലാഹു ഇണകളായി പടച്ചു, സൃഷ്ടിച്ചു.
കഴിഞ്ഞ ആഴ്ച നമ്മൾ മത്താഴിനെ കുറിച്ച് പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ച. ജീവിതത്തിൻ്റെ വിഭവങ്ങൾ റസൂലുള്ളാഹി ബർക്ക പറഞ്ഞു, അദ്ദുനിയാ മത്താഴ്, ഈ ദുനിയാവ് നിറയെ ജീവിത വിഭവങ്ങളാണ്. വഖൈറു മത്താഇഹാ അൽ മർഅത്തു സ്വാലിഹ, ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ വിഭവം അതൊരു നല്ല പെണ്ണാണ്. അതൊരു വലിയൊരു വാക്കാണ്. ഖുർആന്റെ അംഗീകാരമാണത്, ഇസ്ലാമിൻ്റെ അംഗീകാരമാണത്. ഒരു പെണ്ണിന് കൊടുക്കുന്ന അംഗീകാരമാണ്. സ്വത്ത് അവകാശമില്ലാത്ത കാലത്ത് സ്വത്തിൻ്റെ നേർപാതി പെണ്ണിന് കൊടുക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ തുല്യത പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരുന്നില്ലല്ലോ. അത് ദീനിൻ്റെ നിയമം വളരെ കൃത്യമാണ്. അത് ശരീഅത്താണ്, അത് അള്ളാഹിൻ്റെ നിയമമാണ്. അത് നമ്മളെ ബുദ്ധിക്കും ചിന്തക്കും അപ്പുറമാണ്. അതുകൊണ്ട് പെണ്ണിനെ പറ്റി പറഞ്ഞ് നബി പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളുടെ ഒരു സ്വഭാവം നിനക്ക് വെറുപ്പുണ്ടെങ്കിലും റളിയ മിൻഹാ ആഖർ, നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ അവൾക്കുണ്ട്. ചിലപ്പോൾ വീട് വൃത്തിയാക്കാൻ മോശമായിരിക്കാം, നല്ല പാചകമായിരിക്കാം. ചിലപ്പോൾ പാചകം മോശമായിരിക്കാം, പക്ഷെ വീട് നന്നായിട്ട് കൊണ്ട് നടത്തുന്നുണ്ടാകാം. ചിലപ്പോൾ വേറെ പല ഗുണങ്ങളുണ്ടാവില്ല. ചിലപ്പോൾ മക്കളെ നല്ല പോലെ നിയന്ത്രിക്കുന്നുണ്ടാകണം. അങ്ങനെ എത്ര ആളുകൾ പറയുന്നുണ്ട്. പോസിറ്റീവായ ഒരു തലം മാത്രം കാണുക എന്നാണ് അവിടെ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. നബിയിൽ ആദ്യം വിശ്വസിച്ചതാരാ? ഖദീജ റളിയല്ലാഹു അൻഹാ. അബൂബക്കർ അല്ലല്ലോ. ആദ്യത്തെ വിശ്വാസിനി ആരാണ്? അത് ഖദീജയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് പോലും സുമയ്യ റളിയല്ലാഹു അൻഹാ. അതൊരു പാടാണ് നമുക്ക്. പെണ്ണെവിടെ മോശമായിട്ടില്ല ദീനിൻ്റെ കാര്യത്തിൽ. ദീനുണ്ടാവേണ്ട അന്തസ്സും അഭിമാനവും ആഭിജാത്യവും മാത്രമേ അവൾക്ക് പകരം കൊടുത്തിട്ടുള്ളൂ. അവൾ സുരക്ഷിതയാകാനാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഔറത്തെന്ന നിയമം കൊണ്ടുവന്നത് പോലും ഒരു പെണ്ണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അവിടെയാണ് ഖദീജ. നബിയുടെ ജീവിതമായിട്ട് എന്ത് ബന്ധം. വിഷമിച്ച നേരത്ത് സാന്ത്വനം നൽകിയ ഖദീജയെ എപ്പോഴും ഓർത്തു നബി. മരണത്തിന് ശേഷവും നബി ഓർത്തു. നല്ല ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഖദീജയുടെ കൂട്ടുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നബി ഞങ്ങളോട് പറയുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മരിച്ചുപോയി നബിയുടെ ഒരു കാലത്ത് ഖദീജ. ആ കൊല്ലത്തിന്റെ പേര് പോലും ദുഃഖവർഷം എന്നാണ്, ആമുൽ ഹുസ്ൻ എന്നാണ്. അത്രമേലൊരു സ്നേഹവും പ്രാർത്ഥനയും. ഖദീജ, ജിബ്രീൽ നിന്നോട് സലാം പറഞ്ഞിട്ടുണ്ട് ഖദീജ. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞതാ സഹധർമ്മിണിയോട്. അന്ന് ഖദീജയുടെ കണ്ണ് നനഞ്ഞു എന്നാണ്. ഫത്ഹ് മക്കയുടെ ദിവസവും ഖദീജ ഓർത്തിട്ട് കണ്ണിന്ന് ഇറ്റി വീണ കണ്ണുനീർ. അഭിമാനത്തിന്റെ ദിവസം, ഖുറൈശികൾ പത്തിമടക്കിയ ദിവസം, മക്ക നബിക്ക് കീഴ്പ്പെട്ട ദിവസം. പക്ഷേ കണ്ണിന്ന് കണ്ണുനീര് ഇറ്റി വീണപ്പോ ആളുകൾ ചോദിക്കുന്നു, എന്തിന് കരയണം? മറുപടി മൗനമാണ്. ആ മൗനത്തിന് കടലിരമ്പത്തിന്റെ അർത്ഥഗർഭമാണ്. അതിന് വല്ലാത്ത ഒരു അർത്ഥതലമുണ്ട്. ആ മൂകതക്ക് കുറച്ചപ്പുറത്തൊരു കബറിടമുണ്ട്, ഹജൂൻ എന്ന താഴ്വാരം. ആ കബറിടത്തിലൊരു മഹിളാമണി കിടന്നുറങ്ങുന്നുണ്ട്. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ഓർത്തിട്ട് പ്രവാചകന്റെ കണ്ണ് നനഞ്ഞു എന്നാണ്. ഏത് പെണ്ണാണെങ്കിലും അവള് മരിച്ചപ്പോ അവളുടെ ഭർത്താവിന് അവളോട് പെരുത്ത് തൃപ്തിയും ഇഷ്ടവുമാണെങ്കിൽ അത് മതി. ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണ്. അത് പറയുമ്പോ ഉള്ള നിറയെ ഖദീജ. അത് ജീവിതത്തിന്റെ കരൾച്ചോര ചീന്തുന്ന വർത്തമാനമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മണലാരണ്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു അനുയായികളോടൊപ്പം. അപ്പൊ ഒരു കൊള്ളിക്കഷ്ടമെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് 4 വര വരച്ചു. ഒരു മികച്ച അധ്യാപകനായി മാറുന്ന രംഗമാണ്.
എല്ലാവരും അത്ഭുതത്തോടെ സാഗൂതത്തോടെ ശ്രദ്ധിച്ചു. അവരോട് റസൂലുള്ള ചോദിച്ചു, ഈ 4 വര ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയുന്നില്ല, ഞങ്ങൾക്കറിയില്ലെന്ന് പറയുമ്പോ മറുപടി വന്നു, ഈ 4 വര നിങ്ങൾക്കറിയുമോ? ഇത് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കന്മാർ, സ്വർഗ സ്ത്രീകളുടെ നേതാക്കളാണ്. ഇതിലെ ഒരു വരാതെന്റെ സഹധർമ്മിണിയായിരുന്ന ഖദീജ, മറ്റൊരു വര എൻ്റെ മകളായ ഫാത്തിമ, മറ്റൊരു വര ഈസാ നബിയുടെ ഉമ്മയായ മറിയം, മറ്റൊരു വര ഫറോവാന്റെ ഭാര്യയായി ക്രൂരമായി ലോകത്തുനിന്ന് പീഡന പർവങ്ങൾ അനുഭവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ ആസിയ, മുസാഹിബിന്റെ മകളായ ആസിയ. ഇതൊക്കെ സ്ത്രീരത്നങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്? വലിയ പാടല്ലേ അത്? ഇവിടെ സഹധർമ്മിണിമാർക്ക് പറഞ്ഞ പേര് പോലും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ്. അതുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണം, നമ്മൾ നിയന്ത്രണ വിധേയമാകണം, കണ്ണുകൾ നിയന്ത്രിക്കണം, ചിന്തകൾ പോലും നിയന്ത്രിക്കണം. നമുക്ക് ഗുണമുണ്ടാവുള്ളൂ എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് വ്യഭിചാരത്തിനൊക്കെ കനത്ത ശിക്ഷ മതം പറഞ്ഞത്. അത് പ്രാകൃതല്ല. അങ്ങനത്തെ ശിക്ഷ ദുനിയാവ് തന്നെ കിട്ടണം, പരലോകത്തോ അതിലേറെ ശിക്ഷ കിട്ടണം. ഭീകരമായ നരകക്കുണ്ട് മിഅ്റാജിന്റെ രാത്രിയിൽ എനിക്ക് കാണിക്കപ്പെട്ടോ, നഗ്നരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞാൻ കണ്ടു. ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിക്കൂട്ടർ? ജിബ്രീല് മറുപടി പറഞ്ഞു തന്നു, ഇത് വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യന്റെ വിശ്വാസം, അവന്റെ ആ വിശ്വാസത്തിന്റെ കണിക എപ്പോഴാണോ ഉതിർന്നു വീഴുന്നത് അപ്പോഴാ അവൻ വ്യഭിചരിക്കുക. റസൂലുള്ള പറഞ്ഞു, മദ്യപിക്കുന്ന നേരത്ത് ഈമാൻ ഇറങ്ങിപ്പോകും, വ്യഭിചരിക്കുന്ന നേരത്ത് അവന്റെ വിശ്വാസം മാറി നിൽക്കും, മോഷണം നടത്തുന്ന നേരത്തും അവന്റെ ഈമാൻ അവനിൽ നിന്ന് മാറി നിൽക്കും. ഈമാന്റെ സുരക്ഷയുടെ ഭിത്തി ഉണ്ടാകുമ്പോ ഈ അധർമ്മങ്ങളിലേക്ക് നമ്മൾ പോകൂല. അതുകൊണ്ട് നിയന്ത്രണം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒരു പെണ്ണിനോട്, അന്യ പെണ്ണിനോട് ഒറ്റപ്പെടരുത് എന്ന് പഠിപ്പിച്ചു. കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ വലിയ പാഠമാണ്. അന്യ പെണ്ണിനോട് നീ ഒറ്റപ്പെടരുത്. ജ്യേഷ്ഠന്റെ ഭാര്യ നിനക്കന്യയാണ്, അനുജന്റെ ഭാര്യയും നിനക്കന്യയാണ്. പ്രാകൃതമായ നിയമമല്ല. ഒരിക്കലും ഇനി കരയാതിരിക്കാൻ, തല താഴ്ത്താതിരിക്കാൻ നിയമം പഠിപ്പിച്ചതാണ്. അന്യ പെണ്ണിന്റെ കൂടെ ഒറ്റപ്പെടുമ്പോ അവിടെ ശ്രദ്ധിച്ചോ, അവിടെ ഒരു മൂന്നാമനുണ്ട്, അത് പിശാച്. റസൂലുള്ളാഹിന്റെ വാക്കാണ്. എല്ലാം പ്രധാനമാണ്. പഠിക്കാനും പകർത്താനും പുതിയ കാലത്ത് വളരെ കൃത്യമാണ്. അവിടെയാണ് ദീനിന്റെ ഒരു പ്രത്യേകത റസൂലുള്ള പറഞ്ഞു ഒരിക്കൽ. എല്ലാ മതത്തിനും ചില പ്രത്യേകതകളുണ്ട്. എൻ്റെ മതത്തിന്റെ പ്രത്യേകത അൽ ഹയാ, ഇത് ലജ്ജയുള്ള മതമാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതാണ്. അത് വേഷവിധാനമായിട്ട് എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നു. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. അത് ശിരസ വഹിക്കാൻ മടിയുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പേരിലല്ലാതെ വേറെന്ത്? നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, എല്ലാമാകാം. ഫൽ യളിരിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, മക്കന ഇടണമെന്ന് മാത്രമല്ല, മക്കനകൾ അവരുടെ മാർവിടങ്ങളിലൂടെ താഴ്ത്തിയിടണം. ഈ നിയമം ആയത്തങ്ങ് ഇറങ്ങിയ കാലത്ത് സഹാബാകളായ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വേഷമുണ്ടായിരുന്നില്ല. ആയത്ത് കേട്ടപ്പോൾ ഇനി എന്ത് ചെയ്യും? തലയിൽ മാത്രമേ മറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മാറിങ്ങനെ മുണ്ട് താഴ്ത്തിയിടുന്ന സ്വഭാവം അവർക്കില്ല. ആയത്തങ്ങട് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഈത്തപ്പനയുടെ മട്ടലുകൾ എടുത്തിട്ട് മാറിൽ വെച്ച് കെട്ടിയിട്ട് അവരങ്ങനെ ഇറങ്ങിപ്പോയി എന്നാണ്. കിട്ടിയതെന്നൊക്കെ എന്തോ കിട്ടി, അതിങ്ങനെ മാറിൽ വെച്ച് പോയി എന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നു. ആ കാലം പോയിട്ടിപ്പോൾ എന്തായി? മുണ്ട് പോലും ഇടില്ല എന്ന് മാത്രമല്ല, അതുപോലെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക്, തോളിക്കൂടുന്നത് പോലെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് നമ്മളെ സംവിധാനം മാറുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നാം ഭയപ്പെട്ടേ മതിയാകും. ഈ മതം
മനുഷ്യൻ്റെ നന്മക്കാണ് എന്നുള്ള ബോധ്യം ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് കൊണ്ട് നടക്കുന്നവർ എന്ന് പറയുന്ന വിശ്വാസികളല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ട് ലജ്ജ വളരെ പ്രധാനമാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ സംസ്കാരം സത്യമാണ്, ഇത് കൃത്യമാണ്, ഇത് ഇരുലോക വിജയത്തിൻ്റെ നിദാനമാണ്. ഇതൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, ഒരിക്കലും തലതാഴ്ത്തേണ്ടിയും വരില്ല. ഇത് അഭിമാനത്തിൻ്റെ 1000 ചിറക് വിടർത്തി നിലകൊള്ളുന്ന മനോഹരമായ മതമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത് ഉൾക്കൊള്ളാൻ സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.